സിൽവർ കളറുള്ള ഈ ഒരു ഫോയിൽ പതുക്കെ ഇങ്ങനെ പൊളിച്ച് കളയുക. ഇങ്ങനെ പൊളിച്ച് കളഞ്ഞതിന് ശേഷം അത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇങ്ങനെ മടക്കി ഒട്ടിക്കുക. കണ്ടോ, ഇതായി. ഹായ്, നമസ്കാരം, ഞാൻ ശരത്. ഇന്ത്യ പാക്കിംഗ് എന്ന നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്ന കൊറിയർ ബാഗുകളെ കുറിച്ചാണ്. കൊറിയർ ബാഗുകൾ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൂടാണ്ട് അതിൻ്റെ പ്രൈസിങ് അങ്ങനെയുള്ള കാര്യങ്ങളും സംസാരിക്കാം. ഇനി കൊറിയർ ബാഗുകൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മുടെ കൊറിയർ ബാഗ് യൂസ് ചെയ്യണേ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇന്ത്യ പാക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കൊറിയർ ബാഗുകൾ സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ സൈസ് നിങ്ങൾ നോക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സൈസാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് മെറ്റീരിയൽ എന്ന് നമ്മൾ നോക്കണം. അതായത് കനമുള്ള മെറ്റീരിയലാണോ അതോ ഇത് മീഡിയം വെയിറ്റ് ഉള്ളതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഇതിന് ശേഷം നമ്മുടെ ആ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമ്മൾ ഒരു ടേപ്പ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. ഇതിന് ശേഷമാണ് നമുക്ക് എത്ര ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ എത്ര സൈസിൻ്റെ കൊറിയർ ബാഗ് വേണമെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സൈറ്റുണ്ട്, നമ്മുടെ ഇന്ത്യ പാക്കിംഗ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാക്കേജിങ്, അതായത് നമ്മുടെ ഈ കൊറിയർ ബാഗുകളുടെ സൈസുകൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്ത സൈസ് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലൂസായിട്ട് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് നമ്മൾ തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ റീസണബിൾ ആയിട്ട് പ്രൈസിലാണ്, അതായത് ഹോൾസെയിൽ പ്രൈസിലാണ് നിങ്ങൾക്ക് ഇന്ത്യ പാക്കിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ഈ കൊറിയർ ബാഗുകൾ വാങ്ങാൻ കഴിയുക. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ കയ്യിലുള്ള സൈസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ 6-8 കൊറിയർ ബാഗാണ്. 6-9 സൈസ് തുടങ്ങി നമുക്ക് ഏകദേശം നമ്മുടെ കയ്യിൽ ഉള്ള സൈസ് വെച്ചിട്ട് വലിയ സൈസുണ്ട്, ബിഗ് സൈസ് 16-20 അങ്ങനെയുള്ള സൈസ് വരെയുള്ള കൊറിയർ ബാഗുകളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹോൾസെയിൽ പ്രൈസ്. ഇതിൻ്റെ പ്രൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതിൻ്റെ, അതായത് കൊറിയർ ബാഗ് 6-8ൻ്റെ POD കൊറിയർ ബാഗിന് ₹1.36 ഉള്ളൂ എന്നുള്ളതാണ്. 6-8 അല്ല, 6-9ൻ്റെ 8-10ൻ്റെ കൊറിയർ ബാഗിന് ₹1.81. അതുപോലെ 10-12ന് ₹2.62. ഇനി അതേപോലെ ഒരുപാട് പ്രൈസിങ്ങും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്ത് നോക്കുക. ഇനി അതല്ല, നമ്മുടെ ഇന്ത്യ പാക്കിംഗ് നമ്പറുണ്ട്. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പ്രൈസിങ് കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അതായത് കേരളത്തിൽ എവിടെയെന്ന് പറയാം, ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് ഈ പ്രൈസിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇത് സാധനം എത്തിച്ചു തരുന്നതായിരിക്കും. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് ബാഗുകൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 എണ്ണത്തിൻ്റെ ഒരു പാക്കായിട്ടാണ് വരിക. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പാക്കായിട്ട് വാങ്ങുമായിരിക്കും നിങ്ങൾക്ക് ലാഭകരമായിട്ട് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് വിത്ത് POD ബാഗാണ് 6-8ൻ്റെ. ഈ 6-8 സൈസ് മുതൽ അങ്ങ് ഏറ്റവും വലിപ്പമുള്ള സൈസുള്ള നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ ഒരു സാരിയൊക്കെയാണ് അയക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങിയ 10-12, അതിൽ 12-16 സൈസിലുള്ള കൊറിയർ ബാഗിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നിന്ന് പോകുന്നത്. കാരണം ഈ സാരി, ക്ലോത്തിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ടീഷർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ കൊറിയർ ബാഗിനകത്ത് ഇട്ടുമെന്ന് വെച്ചാൽ നിങ്ങൾ നേരിട്ടിട്ട് കൊടുക്കുകയല്ല ചെയ്യണേ. ആദ്യം നിങ്ങളുടെ കയ്യിൽ ഒരു കവർ ഉണ്ടാവില്ലേ, ആ കവറും കൊണ്ട് നന്നായിട്ട് പാക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഈ കൊറിയർ ബാഗിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമ്പിൾ എന്ന രീതിയിൽ ജസ്റ്റ് ഒരു ഐറ്റംസ് പാക്ക് ചെയ്യണ കാണിച്ചു തരാം. ഇത് നമ്മുടെ കയ്യിലുള്ള ആമസോണിൻ്റെ ടേപ്പാണ്. അതുപോലെ ടേപ്പും കാര്യങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോൺടാക്ട് ചെയ്യും. ഇത് ആമസോണിൻ്റെ ടേപ്പാണ്, അതായത് ആമസോണിൽ സെല്ല് ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ടേപ്പാണ്. അപ്പോൾ ഈ ഒരു ടേപ്പ് നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിനകത്ത് പാക്ക് ചെയ്യണ കാണിച്ചു തരാം. അതായത് ഇതിപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് പാക്ക് ചെയ്യണമെന്നില്ല, ഇത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ ഇതിൻ്റെ ഡാമേജ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള ബോക്സുകളും കാര്യങ്ങളും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടേപ്പിന് യാതൊരു ഡാമേജ് സംഭവിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പാക്ക് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്ക് ഈസി ആയിട്ട് കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ കൊറിയർ ബാഗിനകത്ത് നമുക്കിത് ഇട്ടും കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആമസോൺ ടേപ്പ് വരിക. ഇത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക. ഇതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയാണ്, ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അതിനുശേഷം നമ്മുടെ ഈ സെൽഫ് ലോക്ക്ഡ് ബോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പാക്ക് ചെയ്യാന്നുള്ളതാണ്. ഇത് കണ്ടല്ലേ, ഈ ഒരു ബോക്സിലിട്ടതിന് ശേഷം അടയ്ക്കുക. ഇപ്പോൾ ഇത് എന്താ പറയുക, ഇത് നമുക്ക് അയക്കാൻ പാകുന്ന രീതിയിലായി. ഇതിന് ശേഷം നന്നായിട്ട് ടേപ്പ് ചെയ്യുക. ടേപ്പ് ചെയ്തതിന് ശേഷം ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്ട്രെച്ച് ഫിലിംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രെച്ച് ഫിലിം കൊണ്ട് നന്നായിട്ട് റാപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു ടേപ്പ് ഒട്ടിക്കുക. ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിന് ആപ്റ്റായ ഒരു കൊറിയർ ബാഗിനകത്ത് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിന് ആപ്റ്റായ ഒരു കൊറിയർ ബാഗ് ഞാൻ കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്കിതിനകത്ത് സീൽ ചെയ്ത് അയച്ചു കൊടുക്കാം. ഇത് പാക്ക് ചെയ്യാനായിട്ട് 8-10 സൈസ് നമുക്ക് മതിയാവും. അപ്പോൾ നമുക്ക് 8-10ൻ്റെ സൈസിന് നമ്മുടെ പ്രൈസ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് 8-10 POD ബാഗിന് ₹1.81 ഈ ഒരു 8-10ൻ്റെ ബാഗിന് വരിക. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ, അതായത് ഇതിൻ്റെ POD ബാഗുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് 100 എണ്ണത്തിൻ്റെ ഒരു പാക്കായിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. ഓരോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടല്ലേ,
ഇതാണ് നമ്മുടെ POD ബാഗ് വരുന്നത്. പിന്നെ POD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് പൗച്ചാണ്. ഇതാണ് ഡോക്യുമെൻറ്റ് പൗച്ച്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് ഇട്ടതിന് ശേഷം നമുക്കിത് ഇവിടെ ഈ സ്ലിപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും. ഇനി ഇവിടെയാണ് നമുക്ക് ആ ഒരു സംഭവം ഇത് അയക്കേണ്ടത്. ഇത് അയച്ചതിന് ശേഷം ഇങ്ങനെ മടക്കി നമുക്ക് ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ 8x10 സൈസിനകത്ത് നമുക്കിത് കയറി നോക്കാം. ഇതിങ്ങനെ എടുക്കുക. ഇതിങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഡോക്യുമെൻറ്റ്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്തിട്ട് ഇടുക. അപ്പോൾ ഇതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു സംഭവം ഇതുണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഇത് പശയായിട്ട് ഒട്ടിയിരിക്കും. ഒരു ഗമ്മായിട്ട് അത് വർക്ക് ചെയ്യും എന്നുള്ളതാണ്, കണ്ടല്ലോ. അതിനുശേഷം നമ്മുടെ ഈ ഒരു കവർ നന്നായിട്ട് പാക്ക് ചെയ്യുക, നന്നായിട്ട് ഗം ഒട്ടിക്കുക. അതിനുശേഷം ഇതിനകത്തിട്ട് ഇങ്ങനെ ഇടുക. ഇത് കറക്റ്റായിട്ട് ഇതിനകത്ത് ഷൂട്ടാവും. കൃത്യമായിട്ട് തന്നെ 8x10 സൈസ് ഇതിനകത്ത് ആപ്റ്റാവും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ സൈസ് ഇതിനകത്ത് കിട്ടി. 8x10 കറക്റ്റായിട്ട് ഇതിനകത്ത് ഇതായി. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിൽവർ കളറുള്ള ഈ ഒരു ഫോയിൽ പതുക്കെ ഇങ്ങനെ പൊളിച്ച് കളയുക. ഇങ്ങനെ പൊളിച്ച് കളഞ്ഞതിന് ശേഷം അത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇങ്ങനെ മടക്കി ഒട്ടിക്കുക. കണ്ടോ, ഇതായി. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം പാക്ക് ചെയ്യുക എന്നുള്ളത്. വളരെ എളുപ്പമാണ്. ഇനി ഇത് പറിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നെങ്കിൽ കീറി കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ പശ ഒരിക്കലും ഇനി പോരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കൊറിയർ ബാഗ് നിങ്ങൾ വാങ്ങുമ്പോഴും ഒരു കൊറിയർ ഒരാൾ കൊണ്ട് വാങ്ങുമ്പോഴും ആദ്യം നിങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും കട്ടിങ് ഉണ്ടോ എന്ന് നോക്കുക. എവിടെയെങ്കിലും കത്രിക കട്ട് ചെയ്തിട്ട് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഒട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ധൈര്യമായിട്ട് ഈ കൊറിയർ വാങ്ങാമെന്നുള്ളതാണ്. കാരണം ഇത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല. അതായത് ഇത് എന്താ പറയുക, ഇത് ഒന്നും പൊട്ടിച്ചെടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ പശ ഒരിക്കലും നമുക്ക് തിരിച്ചിങ്ങനെ പറിക്കാൻ പറ്റില്ല. ഇങ്ങനെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ പശ ഇങ്ങനെ പറിക്കാൻ പറ്റില്ല. കണ്ടോ, പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പൊട്ടിച്ച് കളയേണ്ട വരും. ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സംഭവം ഓപ്പൺ ആക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലത്തെ കൊറിയർ ബാഗിൽ ഡിഫറൻറ്റ് സൈസുകളുണ്ട്. നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നമ്പർ ഇതിനകത്തുണ്ട്. ഒരുപാട് സൈസുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ സൈസുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തുള്ളൂ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട്, പുതിയ പ്രൊഡക്റ്റിൻ്റെ വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും കാണുന്നവരെ സ്റ്റേ ട്യൂൺ.